വോയിസ് ഓഫ് മുജിബിലേക്ക് അവർക്കും സ്വാഗതം. ശ്രീലങ്കയുമായുള്ള ടെസ്റ്റ് പരമ്പര തുടങ്ങാനിരിക്കെ ഗൗതം ഗംഭീറിന്റെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെടുന്നു. അജിത് അഗാർക്കറുടെ സ്ഥാനം ഏറെക്കുറെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന യോഗത്തിൽ അജിത് അഗാർക്കറെ പുറത്താക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. നടക്കാൻ പോകുന്ന ശ്രീലങ്കയുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ കൂടി പരാജയപ്പെട്ടാൽ ഗംഭീറിന്റെയും അവസ്ഥ മറ്റൊന്നാകില്ല. ഗംഭീറിന് മുമ്പുണ്ടായിരുന്ന രാഹുൽ ദ്രാവിഡ് ആണെങ്കിലും രവി ശാസ്ത്രി ആണെങ്കിലും അനിൽ കുംബ്ലെയാണെങ്കിലും മികച്ച രീതിയിലായിരുന്നു ടെസ്റ്റ് വിജയങ്ങൾ അവരുടെ കീഴിൽ ഇന്ത്യ നേടിയിരുന്നത്. അനിൽ കുംബ്ലെ, രവി ശാസ്ത്രി, രാഹുൽ ദ്രാവിഡ് 70, 60, 53 എന്ന ശരാശരിയിലായിരുന്നു വിജയങ്ങൾ നേടിയിരുന്നത്. എങ്കിൽ ഗംഭീറിന്റെ വിജയ ശതമാനം നോക്കുമ്പോൾ വെറും 40 മാത്രമാണ്. മാത്രമല്ല, ഈ 2 വർഷത്തിനിടയ്ക്ക് ഗംഭീറിന്റെ കീഴിൽ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഇന്ത്യ 5 മത്സരങ്ങളാണ് പരാജയപ്പെട്ടത്. സൗത്ത് ആഫ്രിക്കയോടും ന്യൂസിലൻഡിനോടും പരാജയപ്പെട്ട് ഇന്ത്യ നാണം കെട്ടിരുന്നു. സ്വന്തം ഗ്രൗണ്ടിൽ വിജയിച്ചത് 4 മത്സരങ്ങൾ മാത്രമാണ്. ദുർബലരായ ബംഗ്ലാദേശിനോടും വെസ്റ്റ് ഇൻഡീസിനോടുമാണ് ഇന്ത്യക്ക് വിജയിക്കാനായത്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ശ്രീലങ്കയിൽ നടക്കാനിരിക്കുന്ന പരമ്പര കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗൗതം ഗംഭീറിന്റെ കോച്ച് സ്ഥാനം നഷ്ടപ്പെടും. അദ്ദേഹത്തെ എടുത്ത് പുറത്തിടും എന്നു തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. അജിത് അഗാർക്കറിന്റെയും ഗൗതം ഗംഭീറിന്റെയും സ്ഥാനങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയത് കഴിഞ്ഞ ഇംഗ്ലണ്ട് പരമ്പരയിൽ തന്നെയാണ്. ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പരയിൽ സഞ്ജു സാംസനെ പുറത്തിരുത്തിയപ്പോൾ തുടങ്ങിയതാണ് അവർക്കെതിരെയുള്ള വിമർശനങ്ങളുടെ കാഠിന്യം. തീർത്തും അർഹതപ്പെട്ടൊരു താരത്തെ, വേൾഡ് കപ്പ് ഹീറോ ആയ ഒരു താരത്തെ 2 മത്സരങ്ങൾ ഫോമിലായില്ല എന്ന ഒരു കാരണം മാത്രം പറഞ്ഞുകൊണ്ട് പുറത്തിരുത്തിയപ്പോൾ ആരാധകരുടെ വിമർശനങ്ങൾ ഒട്ടനവധിയാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അത് മുഖവിലക്കെടുക്കാൻ കോച്ചോ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറോ തയ്യാറായിരുന്നില്ല. മിക്കപ്പോഴും അജിത് അഗാർക്കറിന്റെ തീരുമാനങ്ങൾ ഇന്ത്യൻ ടീമിനുമേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ചില സമയങ്ങളിൽ ഗൗതം ഗംഭീറിന് പോലും അയാളുടെ തീരുമാനങ്ങളോട് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. സഞ്ജു സാംസനെ ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പരയിൽ ബെഞ്ചിലിരുത്തിയതിന്റെ വിമർശനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയും അതിനുശേഷം വന്ന ഇംഗ്ലണ്ടുമായിട്ടുള്ള ഏകദിന പരമ്പരയിൽ പരമ്പര അവസാനിച്ചാൽ രോഹിത് ശർമ്മ വിരമിച്ചുകൊള്ളണം, ലോകകപ്പിലേക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നപ്പോൾ രോഹിത് ശർമ്മയെ വിരമിക്കാൻ വേണ്ടി ഇന്ത്യൻ മാനേജ്മെന്റ് നിർബന്ധിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ ചീഫ് സെലക്ടറായ അജിത് അഗാർക്കർക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് വീണ്ടും ശക്തി കൂടി. ആദ്യ മത്സരത്തിൽ പരാജയമായ രോഹിത് ശർമ്മ 2ാം മത്സരത്തിലും ഏറെക്കുറെ പരാജയം തന്നെയായിരുന്നു. പുറത്തു വന്ന വാർത്തയ്ക്ക് വീണ്ടും ശക്തി കൂടുകയാണ് ഉണ്ടായത്. രോഹിത് ശർമ്മ വിരമിച്ചേ മതിയാകൂ എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു പിന്നീടുള്ള കാര്യങ്ങൾ. എന്നാൽ ഇന്ത്യ പരാജയപ്പെട്ട 3ാം ഏകദിനത്തിൽ ലോർഡ്സിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറും ലോർഡ്സ് മൈതാനത്തിലെ സെഞ്ചുറി എന്ന സ്വപ്നവും ആദ്യമായി നേടിയെടുത്ത ഒരു ഇന്ത്യൻ താരമായി മാറുകയായിരുന്നു രോഹിത് ശർമ്മ. നിലവിലുണ്ടായിരുന്ന സൗരവ് ഗാംഗുലിയുടെ 90 റൺസിനെയും മറികടന്നുകൊണ്ടാണ് അന്ന് ലോർഡ്സിൽ രോഹിത് ശർമ്മ 138 റൺസ് നേടിയത്. ഒരൊറ്റ ഇന്നിംഗ്സിലൂടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തന്റെ വിമർശകരെ വായടുപ്പിച്ചുകൊണ്ടാണ് രോഹിത് ശർമ്മ കളം നിറഞ്ഞത്. ആ ഒരൊറ്റ സെഞ്ചുറി മതിയായിരുന്നു വിമർശകർക്കെല്ലാം മറുപടിയായിട്ട്. ഇനി താൻ വേൾഡ് കപ്പിലേക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്ന മട്ടിൽ തന്നെയായിരുന്നു രോഹിത് ശർമ്മ. ഫിറ്റ്നസിൽ മാത്രമല്ല കളി മികവിലും താൻ മുൻപന്തിയിൽ തന്നെയൊന്ന് അടിവരയിടുന്നതായിരുന്നു ആ ചരിത്ര സെഞ്ചുറി. രോഹിത് ശർമ്മയെ തൊട്ട് കളിച്ചപ്പോൾ അജിത് അഗാർക്കറുടെ സ്ഥാനമാണ് നഷ്ടമാകാൻ പോകുന്നത്. ഇംഗ്ലണ്ടിനോട് T20യും ഏകദിനവും ഒരുമിച്ച് പരാജയപ്പെട്ട് അയർലൻഡിനോട് T20യിലും പരാജയപ്പെട്ട് ഇന്ത്യ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ചീഫ് സെലക്ടറെയും കോച്ചിനെയും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. ദുർബലരായ സിംബാബ്വെക്കെതിരെ മാത്രമാണ് വേൾഡ് കപ്പിന് ശേഷം T20യിൽ ഇന്ത്യക്ക് വിജയിക്കാനായത്. അതുകൊണ്ട് തന്നെ ഇനി അജിത് അഗാർക്കറുടെ പിടിവാശികൾ വെച്ച് പൊറുപ്പിക്കാൻ BCCI തയ്യാറാകുന്നില്ല. രോഹിത് ശർമ്മയെ തൊട്ട് കളിച്ചപ്പോൾ തന്നെയാണ് അജിത് അഗാർക്കർക്ക് സ്ഥാനം നഷ്ടപ്പെടാനുള്ള വഴി തെളിഞ്ഞത്. കൂടെ വേൾഡ് കപ്പ് ഹീറോ സഞ്ജു സാംസനെ അകാരണമായി ബെഞ്ചിലിരുത്തിയതും അജിത് അഗാർക്കർക്ക് വിനയായി. ഇനി സഞ്ജുവിൻ്റെയും രോഹിത് ശർമ്മയുടെയും കാലമാണ്. 2027 വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കൂടെ സഞ്ജു സാംസൺ ഏകദിന വേൾഡ് കപ്പിലും ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ലക്ഷ്മണും ശ്രീകാന്തും രവി ശാസ്ത്രിയുമാണ് ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ഭരിക്കാൻ വരുന്നത്. ഇവരെല്ലാം തന്നെ സഞ്ജു സാംസണ് ശക്തമായി പിന്തുണ നൽകുന്ന മുൻകാല ക്രിക്കറ്റർമാരാണ്. T20യിലാണെങ്കിലും ഏകദിനത്തിലാണെങ്കിലും സഞ്ജുവിന് തുടരാൻ കഴിവും അർഹതയുമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ മുൻകാല ക്രിക്കറ്റർമാർ. 2027 വേൾഡ് കപ്പിന് തയ്യാറെടുക്കുന്ന ടീമിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി ഇഷാൻ കിഷനും KL രാഹുലുമാണുള്ളത്. എന്നാൽ ഇരുവരുടെയും വിക്കറ്റിന് പിന്നിലുള്ള പ്രകടനങ്ങൾ സഞ്ജു സാംസന്റെ പ്രകടനത്തോളം വരില്ല എന്ന് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അവരഭിപ്രായം തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും. അത് പലവട്ടം കണ്ടതാണ്, കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്ററായി
സഞ്ജു സാംസണെയും ഏകദിന വേൾഡ് കപ്പിലേക്ക് ഒരുപക്ഷെ പരിഗണിച്ചേക്കാം. സഞ്ജു സാംസന്റെ കഴിവും പ്രാപ്തിയും തൻ്റെടവും വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ സെലക്ടർമാർക്ക് അയാളെ വരുന്ന വേൾഡ് കപ്പിലേക്ക് പരിഗണിക്കേണ്ടി വരും എന്നു തന്നെയാണ് ആരാധകർ കരുതപ്പെടുന്നത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.